പ്രസന്റ് ചെയ്യുന്ന വർക്കിംഗ് മോഡൽ ലാൻഡ്സ്ലൈഡ് ഡിറ്റക്ടറാണ്. കഠിനമായ മഴയിൽ ഭൂമിയിൽ സംഭരിക്കപ്പെടുന്ന ജലം അതിമർദ്ദം മൂലം ഭൂസ്ഥിതി നഷ്ടപ്പെടുന്നതുകൊണ്ട് കല്ല്, മണ്ണ്, ചരല് ഉയരത്തിലുള്ള മറ്റ് ഭൂവസ്തുക്കളും വളരെ പെട്ടെന്ന് താണ സ്ഥലത്തേക്ക് പതിക്കുന്ന പ്രതിഭാസമാണ് ഉരുൾപൊട്ടൽ. മഴക്കാലത്താണ് ഈ പ്രതിഭാസം കൂടുതലായി സംഭവിക്കാറുള്ളത്. കേരളത്തിൽ 95% ഉരുൾപൊട്ടലും മനുഷ്യനിർമ്മിതമാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഈ വർഷം 2024 ജൂലൈ 30 പുലർച്ചെ വയനാട് ജില്ലയിലെ ചുരൽമല ഗ്രാമത്തിലുണ്ടായ ഉരുൾപൊട്ടൽ ഈ അവസരത്തിൽ ഓർക്കുന്നു. കടുത്ത മഴയിൽ കുന്നുകൾ ഇടിഞ്ഞു, താഴ്ന്ന പ്രദേശങ്ങൾ തകർന്നു. 336 മരണങ്ങൾ, 397 പരിക്കുകൾ, 78 പേരധികം കാണുന്ന ഈ ദുരന്തം കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മാരകമായ ഒന്നായിരുന്നു. ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതുപോലെ പ്രധാനമാണ് ഇനി ദുരന്തം വരാണ്ടിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കുക എന്നത്. മലഞ്ചെരുകളിൽ മരങ്ങൾ വെച്ചൊരുക്കുകയും മണ്ണശീകരണം തടയുകയും ചെയ്യുന്നതിലൂടെ ഒരു പരിധിവരെ ഉരുൾപൊട്ടൽ തടയാൻ സാധിക്കും. ഇനി നമുക്ക് നമ്മുടെ വർക്കിംഗ് മോഡൽ പരിചയപ്പെടാം. അതായത് കനത്ത മഴ പെയ്യുന്ന സമയത്ത് നമ്മുടെ സ്റ്റേഷൻ 1 നമ്മളൊരു സെൻസർ വയ്ക്കുന്നുണ്ട്. ഈ സെൻസറിൻ്റെ കണക്ഷൻ നമുക്ക് KCBയുടെ പോസ്റ്റ് വഴി അത് സ്റ്റേഷൻ 2 എത്തിക്കണം. അവിടെ സിഗ്നൽ എത്തുമ്പോൾ അത് ബസറായിട്ട് ജനങ്ങൾക്ക് ഒരു മുന്നറിയിപ്പ് നൽകും. അപ്പോൾ ജനങ്ങൾ അപ്പോൾ തന്നെ മാറി താമസിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ജനങ്ങളെ ഉരുൾപൊട്ടുന്ന സമയത്ത് മരണനിരക്ക് കൂടാണ്ടിരിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇത് എവിടെയാണ് ഫിറ്റ് ചെയ്യണമെന്ന് പറയാം. അതായത് ബെഡ് റോക്ക് ലെവൽ ഓഫ് സോയിലിൽ സ്റ്റീപ്പായിട്ടുള്ള സ്ഥലത്താണ് ഇത് ഫിറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ കോമ്പൗണ്ടേഴ്സ് എന്താക്കിയെന്ന് പരിചയപ്പെടാം. ഇതിൽ നമ്മളൊരു മോയ്സ്ചർ സെൻസർ ഉപയോഗിച്ചിട്ടുണ്ട്. ജമ്പർ വയർ വഴി നമ്മൾ അത് KCBയുടെ പോസ്റ്റ് വഴി കണക്ഷൻ സ്റ്റേഷൻ 2 എത്തിക്കണം. അവിടെ ഒരു 9 വാട്ടിൻ്റെ പവർ സപ്ലൈ കൊടുത്തിട്ട് നമ്മൾ ബസറായിട്ട് ജനങ്ങളെ അറിയിക്കണം. പിന്നെ ഒരു കൺട്രോൾ റൂം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കൺട്രോൾ റൂം ഈ ജനങ്ങൾ അപ്പോൾ തന്നെ മാറി താമസിച്ചൊന്നും വരില്ല. അപ്പോൾ തന്നെ അവരെ പോലീസിൻ്റെ സഹായത്തോടെ മാറി താമസിപ്പിക്കാനും നമുക്ക് ഈ കൺട്രോൾ റൂം ഉപയോഗിക്കാവുന്നതാണ്.